മമ്മൂക്കയെ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു സ്റ്റേജിലേക്ക്. മമ്മൂട്ടി ആർക്കും കൈയടക്കാനാവാത്ത ചലച്ചിത്ര താരസിംഹാസനത്തിലെ ചക്രവർത്തി. മലയാളത്തിൽ ചൂടുറപ്പിച്ച് ഇന്ത്യൻ സിനിമയുടെ ഉയരങ്ങൾ കീഴടക്കിയ അതുല്യനായ അഭിനയ പ്രതിഭ. കോടതി മുറിയിൽ നിന്നും ആർക്ക്ലൈറ്റുകളുടെ നടുവിലേക്കും അഭ്രപാളിയിലേക്കും ആത്മവിശ്വാസത്തോടെ ചുവടുവെച്ച അഭിനയക്കരുത്തിന്റെ ഉടമയാണ് മലയാളത്തിന്റെ ഈ അഭിമാന താരം. മികച്ച നടനുള്ള ദേശീയ ചലച്ചിത്ര അവാർഡ് 3 തവണയാണ് പകരം വയ്ക്കാനില്ലാത്ത അഭിനയ മികവിലൂടെ മമ്മൂട്ടി മലയാളത്തിന് സമ്മാനിച്ചത്. 3 പതിറ്റാണ്ടുകൾ പിന്നിടുന്ന അഭിനയ സബരിക്കുള്ള ആദരവായി നിരവധി പുരസ്കാരങ്ങളും പത്മശ്രീ, ദീലിപ് ബഹുമതികളും മമ്മൂട്ടിയെ തേടിയെത്തി. മലയാള സാഹിത്യത്തിലെ ബേപ്പൂർ സുൽത്താന്റെ ജന്മനാടായ വൈക്കത്ത് ജനിച്ച് മലയാള സിനിമയിലെ സുൽത്താനായി മാറിയ നിത്യഹരിതമായ അഭിനയ യൗവനത്തിന്റെ ഉടമയാണ് മലയാളികളുടെ സ്വന്തം മമ്മൂക്ക. കാലത്തെയും പ്രായത്തെയും വെല്ലുന്ന ശബ്ദഗാംഭീര്യത്തിന്റെയും ശരീര സൗന്ദര്യത്തിന്റെയും താരപൗരുഷമാണ് മമ്മൂട്ടിയെ എവർഗ്രീൻ മെഗാസ്റ്റാറായി ഇന്നും നിലനിർത്തുന്നത്. തമിഴിലും തെലുങ്കിലും കന്നഡയിലുമായി നിറഞ്ഞു നിൽക്കുന്ന മമ്മൂട്ടിയുടെ താരസാന്നിധ്യം മലയാളത്തിന്റെ മാത്രമല്ല തെന്നിന്ത്യൻ സിനിമയുടെ കൂടി ചരിത്രമാകുന്നു. ഇപ്പോഴിതാ തുടർച്ചയായ ഹിറ്റ് ചിത്രങ്ങളിലെ വിജയമന്ദസ്മിതവുമായി മമ്മൂട്ടി, നമ്മുടെ സ്വന്തം മമ്മൂക്ക എത്തുന്നു ഏഷ്യാനെറ്റിനൊപ്പം മലയാള സിനിമയിലെ നാളെയുടെ വാഗ്ദാനങ്ങളെ കണ്ടെത്തുവാൻ. വളരെ സന്തോഷമുണ്ട്. ഇത് സാധാരണ റിയാലിറ്റി ഷോ പോലെ അല്ല എന്ന് തന്നെ എൻ്റെ വിശ്വാസം. നടീനടന്മാരെ തിരഞ്ഞെടുക്കാൻ വേണ്ടി ഒരു സിനിമയ്ക്ക് വേണ്ടി ഒരു കഥാപാത്രത്തെ തേടുന്ന ഷോകളുണ്ട് ഇവിടെ. പക്ഷെ ഈ റിയാലിറ്റി ഷോ എന്ന് പറഞ്ഞാൽ വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള, വളരെ സത്യസന്ധമായിട്ടുള്ള, വളരെ ആത്മാർത്ഥതയുള്ളൊരു ഷോയാണ്. മലയാള സിനിമയ്ക്ക് നടീനടന്മാരെ തിരഞ്ഞെടുക്കാനുള്ള, നടീനടന്മാരെ കണ്ടെത്താനുള്ള ഒരു അവസരമായിട്ട് തന്നെയാണ് ഈ ഷോയെ ഞാൻ കാണുന്നത്. ഒരു സിനിമയ്ക്ക് ഒരു കഥാപാത്രത്തെ അന്വേഷിക്കുകയല്ല ഇവിടെ. മലയാള സിനിമയ്ക്ക് മൊത്തമായി നിരവധി വിവിധ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കാവുന്ന നടന്മാരെ കണ്ടെത്തുക തന്നെയാണ് ഈ സിനിമ കൊണ്ട് ഞാൻ എൻ്റെ മനസ്സിൽ ഉദ്ദേശിക്കുന്നത്. അത് തന്നെയായിരിക്കും ഏഷ്യാനെറ്റും ഉദ്ദേശിക്കുന്നത്. ഈ സംരംഭം ഒരു നടനെന്ന നിലയിൽ എനിക്ക് പിന്നാലെ വരുന്ന അഭിനയ മോഹികളോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ കൂടെ You know why? Because I have an extra bond. As you said, ഒരെല്ല് കൂടുതലാണ് എനിക്ക്. And don't you ever learn to forget that.